പല കുട്ടികളും നീറ്റ് ഇല്ലാതെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. ആക്ച്വലി നീറ്റ് ഇല്ലാതെ പോകാൻ പറ്റും. ആർക്കാ പോകാൻ പറ്റാത്തത്? ഇപ്പം ഏത് യൂണിവേഴ്സിറ്റി ചെന്നാലും നീറ്റ് ഇല്ലാതെ ചെന്നാലും അഡ്മിഷൻ തരും. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം, അറ്റൻഡ് ചെയ്താൽ പോരാ, നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ആക്ച്വലി നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന് അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആ രാജ്യത്തിൻ്റെ നിയമത്തിൽ പറയുന്നില്ല നിങ്ങൾ ഇന്ത്യയിലെ നീറ്റ് പാസ്സായി വരണമെന്ന്. അതൊരു രാജ്യവും പറയുന്നില്ല. ചിലപ്പോൾ അവിടുത്തെ അഡ്മിഷൻ എടുക്കുന്ന ഫോറിൻ ഓഫീസ് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് ചിലപ്പം നിങ്ങൾ നീറ്റില്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീറ്റില്ലാതെ അഡ്മിഷൻ എടുക്കുന്നതിനോട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ ഒന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നീറ്റില്ലാതെ ചെന്നാലും അഡ്മിഷൻ കിട്ടും. അതൊരു പ്രോബ്ലമാണ്. കാരണം ഒരു കുട്ടിയുടെ ഫ്യൂച്ചറാണ്. 5 വർഷം 6 വർഷം മെഡിസിൻ പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, ഈ കുട്ടിക്ക് പുറത്തൊരു രാജ്യത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ പോയി. ഷീ ഓർ ഹി ക്യാൻ നെവർ ബി എ ഡോക്ടർ. ഒരു ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന് കോൺസിക്വൻസും ഉണ്ട്. ക്രൈമാണ്, ക്രിമിനൽ കേസാണ് അത്. ലൈസൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നത് ക്രിമിനൽ കേസാണ്. പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ലല്ലേ ആ കുട്ടിനെ? ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അങ്ങനെ പെട്ടുപോയ കുട്ടികളുണ്ട്. അത് ചിലപ്പം ഏജൻസ് കൊണ്ടുപോയി പെടുത്തിയവരുണ്ട്. അത് ചില കുട്ടികൾ പറയും ഞാനിത് പഠിച്ചിട്ട് ഞാൻ UK പോവാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ UK നിയമം ഈ 5 വർഷം 6 വർഷം കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ അവർ നിയമം മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ ബേസിക്കലി അക്സെപ്റ്റ് ആകുന്ന ഡിഗ്രി ആയിട്ട് വേണം കുട്ടി തിരിച്ചു വരാൻ. അപ്പോൾ അതുകൊണ്ട് NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്ത് പോകുന്നതാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്കും ജോർജിയയിലേക്കും ഒക്കെ ഒത്തിരി പേര് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പം കിർഗിസ്ഥാനിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ രാജ്യം ഇഷ്ടപ്പെട്ടില്ല, ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങനെ മാറാൻ പറ്റില്ല. സോ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് തീർച്ചപ്പെടുത്തിയിരിക്കണം നമുക്കിവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഇന്ത്യയിൽ വാലിഡ് ആവുള്ളൂ. മാറാൻ പറ്റും, പക്ഷേങ്കിൽ അത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതിൽ നിന്ന് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് പോകും. പിന്നെ നമുക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല.